Before we begin, we should have a basic idea of the poem. Memory of Hiroshima by renowned poet K. Satchithandandan. It was written as a reaction against the government plan to set up a nuclear reactor with Russian assistance at Peringom village in our Kannur district. അപ്പം അതിനെതിരെയുള്ള അന്നാട്ടുകാരുടെയും അതുപോലെ പ്രകൃതി സ്നേഹികളുടെയും ഏതാണ്ട് 4 കൊല്ലങ്ങൾ നീണ്ടു നിന്ന പോരാട്ടം അത് തുടങ്ങിയത് 1990-കളിലായിരുന്നു. So, why did they need that nuclear plant in that village? പെരിങ്ങോം, ഫസ്റ്റ് ഓഫ് ഓൾ. എന്തിനാണ് പെരിങ്ങോം പോലൊരു ഗ്രാമത്തിലൊരു ന്യൂക്ലിയർ റിയാക്ടർ? നമുക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ചോദ്യമാണ്. For that, we must first know what a nuclear reactor is. A nuclear reactor is the heart of a nuclear plant that contains and controls what nuclear chain reactions to produce huge amount of heat and radiation through a process named fission. നമ്മൾ പണ്ട് സയൻസ് ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഈ ന്യൂക്ലിയർ ഫിഷൻ ഇല്ലേ, where we split an atom in order to tap its hidden potential, an amount of huge energy that we can hardly imagine, so massive the energy that comes out of it. അതാണ് ആ എനർജിയുടെ ഒരു ഇതെന്ന് പറയുന്നത്, നമുക്ക് ഊഹിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷേ ആ എനർജി കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം പറയാം. You can generate electricity from this kind of nuclear reaction. നമ്മുടെ ഈ വടക്കൻ കേരളത്തിലേക്ക് അവിടെ ഈ പവർ ഷോർട്ടേജ് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് വലിയ വ്യവസായങ്ങളൊന്നും സാധാരണ ഈ വടക്കോട്ട് വരാത്തതിൻ്റെ ഒരു വലിയ കാരണം പോലും നമുക്ക് അത്യാവശ്യത്തിന് ഈ എനർജി ജനറേറ്റ് ചെയ്യാനുള്ള വകുപ്പുകളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇതിന് സാധാരണ 2 പരിഹാരങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, ഏതെങ്കിലുമൊക്കെ നദികളുടെ കുറുകെ ഇങ്ങനെ ഡാം കെട്ടുക, അതിൽ നിന്ന് നമ്മളിങ്ങനെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഒരു വഴി. ഉദ്ദേശം നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില അത് വളരെ വലുതാണ്. സോ വാട്ട് വുഡ് ബി ദ പ്രോബ്ലം വിത്ത് ബിൽഡിംഗ് എ ഡാം? ഒന്ന്, നദി ഇല്ലാതായിത്തീരും. 2, വാസ്റ്റ് എമൗണ്ട് ഓഫ് ഫോറസ്റ്റ് ദാറ്റ് വിൽ ബി സങ്ക് അണ്ടർ ദ വാട്ടർ. നമ്മൾ ഈ പെരിയാറിലൊക്കെ പോകുമ്പോൾ, നിങ്ങൾ പെരിയാറിൽ പോയിട്ടുണ്ടോ? അവിടെ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ നദിയുടെ മുകളിൽ ഇങ്ങനെ മരക്കുറ്റികളിങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. ബോട്ടിങ്ങിന് മുമ്പ് കാണാവുന്ന കാഴ്ചയാണ്. എന്താ പറ്റിയത്? പണ്ട് ആ പെരിയാർ ഡാം, അവിടെ ഈ ഡാം വന്നപ്പോഴേക്കും ഈ വനങ്ങൾ മുഴുവൻ ഇങ്ങനെ നദിയിലിങ്ങനെ ആ ഡാമിലിങ്ങനെ താഴ്ന്നു പോയതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രശ്നം. നമ്മളിങ്ങനെ ഡാം കെട്ടി ഹൈഡ്രോ ഇലക്ട്രിക് പവർ നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുമ്പം നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് നമ്മുടെ വനം വെള്ളത്തിനടിയിലാവും, ഗ്രാമങ്ങളും ചിലപ്പം വെള്ളത്തിനടിയിലാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലുണ്ടാവണം. അപ്പോൾ എനർജി ജനറേറ്റ് ചെയ്യാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവറാണ്. നദിക്ക് കുറുകെ ഡാം കെട്ടി അതിൽ നിന്ന് നമ്മളിങ്ങനെ എനർജി എടുക്കുക എന്നുള്ളത്. Another option is building nuclear reactors to generate power. You get electricity for a cheap cost. So what is the problem with nuclear reactors? You think and you wonder and you may feel angry at those villagers and also environmentalists protesting. ഒന്നുമില്ലെങ്കിലും നാടിന് പ്രയോജനമുണ്ടാവാൻ വേണ്ടിയല്ലേ, അല്ലെങ്കിൽ അവർക്ക് ഇലക്ട്രിസിറ്റി കിട്ടാൻ വേണ്ടിയല്ലേ ഇതൊക്കെ നമുക്ക് ചെയ്യുന്നത്? ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലൂടെ പോകുന്നത്. എന്തിനാണ് ഇവർ ഇത്ര പ്രതിഷേധിക്കുന്നത്? അവിടെയാണ് സംഗതി ഇരിക്കുന്നത്. For hundreds of locals who strongly opposed the nuclear project, it was a fight for their lives. അതെ, അവരുടെ ജീവന് വേണ്ടിയുള്ള സമരമായിരുന്നു അത്. For nuclear energy kills as well. You only have to think about what happened in Hiroshima, in Nagasaki and also in Chernobyl to understand the danger of tapping nuclear energy in the name of development. നമ്മൾ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഈ ന്യൂക്ലിയർ എനർജി ഇങ്ങനെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ ഈ സ്ഥലങ്ങളെപ്പറ്റി പഠിച്ചാൽ മനസ്സിലാവും. എന്താ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അതുപോലെ ചെർണോബിലിനും സംഭവിച്ചെന്താ? ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ, അമേരിക്ക ഡ്രോപ്ഡ് 2 ആറ്റം ബോംബ്സ് ഇൻ ദോസ് പ്ലേസസ്, ഹിരോഷിമ ആൻഡ് നാഗസാക്കി. ആയിരക്കണക്കിന് മനുഷ്യരാണ് ആ നിമിഷം തന്നെ വെന്ത് വെണ്ണീറായത്. പിന്നീട് എത്രയോ തലമുറകൾ അതിൻ്റെ ആ റേഡിയേഷനും പേറി അവരെ ജീവിക്കേണ്ടി വന്നു. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഇൻ ചെർണോബിൽ എന്താ സംഭവിച്ചത്? വെൽ, USSR had a nuclear reactor in Chernobyl, which is now in Ukraine. In 1986, because of a flawed nuclear reactor design, radioactive materials began to leak out. The resulting explosion released a vast and dangerous amount of
what radioactive materials to the air that it reached even far off regions in Europe. അങ്ങ് പോവുകയാണ്. മിന്നൽ വേഗത്തിലാണ്. ഒരു രാത്രി കൊണ്ടാണ് ഏതാണ്ട് 3.5 ലക്ഷം വരുന്ന അവിടുത്തെ ജനങ്ങളെ, ഈ ചെർണോബിളിലെ ജനങ്ങളെ ഒഴിപ്പിക്കുന്നത്. വല്ലാത്തൊരു അവസ്ഥയാണത്. നമ്മൾ യൂട്യൂബിലേക്ക് വെറുതെ ഒന്ന് ഗോ സിറ്റി ചെർണോബിൽ നിന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ പോലും ആ നഗരത്തിൻ്റെ ഒരു അവസ്ഥ, ഒരു രാത്രി കൊണ്ട് ജനങ്ങൾ ഒഴിയേണ്ടി വന്ന ആ സ്ഥലത്തിൻ്റെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെയൊക്കെ മുകളിലിങ്ങനെ മരങ്ങളൊക്കെ വളർന്നു നിൽക്കുന്ന, അങ്ങനെ ഒരു ഭീതിപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലൊരു നഗരം, ഒരു രാത്രി കൊണ്ട് ഒഴിക്കപ്പെടുന്ന അങ്ങനൊരു നഗരം നമ്മളെ വല്ലാതെ ഭയപ്പെടുത്തും. ഒന്ന് ആലോചിക്കുക, ദ സെയിം ഹാപ്പനിങ് ഹിയർ ഇൻ അവർ പ്ലേസ്. നമ്മളെടുത്ത് പറയാൻ ദാറ്റ് വി ആർ ആസ്ക്ഡ് ടു ലീവ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹോം പ്ലേസ് വിട്ട് പോകാൻ പോകുന്നു, ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ പോകാൻ പറയുക. That's the reason why the people of Peringom, they are opposed to that move of establishing a nuclear reactor on their backyard. നമ്മളാണെങ്കിലും എതിർക്കില്ലേ? ആ എതിർപ്പാണ് നമ്മൾ ഈ കവിതയിലൂടെ കാണാൻ പോകുന്നത്. Don't you now think that their struggle is justified? If you are not convinced yet, listen to this poem by our great poet K. Satchithandandan. The poem. We grass, no storm can break, survivors of rabbits, earthquakes and revolutions, silent witnesses to murderous crimes, say no more. As the poem begins, we hear the grass speaking. The grass that has faced so many challenges in life, like hungry rabbits, earthquakes which can uproot big trees, but not grass. And even revolutions grass has faced and also emerged out untouched. പുല്ലാണ്, തളരില്ല. നമുക്കറിയാം, എത്ര ചവിട്ടി മെതിച്ചാലും, എത്ര കരിഞ്ഞുണങ്ങിയാലും, മൃഗങ്ങളിനി എത്ര തിന്ന് തീർത്താലും പുല്ല് തളരില്ല. അവ വീണ്ടും തളർത്ത് വന്നുകൊണ്ടേയിരിക്കും. ആ പുല്ല് എന്ന് കവിതയിൽ പറയുന്നത് സാധാരണ മനുഷ്യരെയാണ്, സാധാരണ ജനങ്ങളെ തന്നെയാണ്. എങ്ങനെ വേണമെങ്കിലും പീഡിപ്പിക്കാമെന്ന് അധികാരികൾ അവജ്ഞയോടെ കാണുന്ന മനുഷ്യർ, സാധാരണ ജനം. പുല്ല്, ആ പുല്ലാണിവിടെ സംസാരിക്കുന്നത്. എന്താ സംസാരിക്കുന്നത്? We say no more. So what is this grass in the poem that says no more? And what does it say it doesn't want? Grass, the foot soldiers, the common people say boldly, we do not need any more development that hurts nature, in this case that reactor in Peringom. Here I have to digress a bit, taking your attention to one of the greatest battles for the environment that a country has ever witnessed. It was the 1970s, and again, just because of this power shortage in northern Kerala, our electricity department, it came up with this idea of building a dam across a river, Kundipura in Silent Valley, Palakkad. But not so easy, because our people, they have always been aware of what is happening around them. They read newspapers extensively and they know the dangers of building a dam across a river. What will happen to nature? All these things they know. പിന്നെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് ആ ഒരു പദ്ധതിക്കെതിരെ ഒരു മനുഷ്യ മതിൽ തന്നെ ഇങ്ങനെ ഉയർന്നു വരുന്നതാണ്. People from all walks of life joined hands for the cause. And poets like Sugatakumari, they began to sing aloud for Mother Nature, bringing the attention of people from all across the country, all over the world. അത്ര വലിയൊരു സംഭവമായിരുന്നത്. ഈ സുഗതകുമാരിയുടെ മരത്തിന് സ്തുതി, ഓട്ടിയോട്രിയൊക്കെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊന്ന് വായിക്കേണ്ടതാണ്. ശരിക്കും കോരിത്തരിച്ചു പോകും. ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാനും ആ പ്രകൃതിക്ക് വേണ്ടിയുള്ള സമരത്തിൻ്റെ ഒരു ഭാഗമാകാനും കഴിയാത്തതിൽ എനിക്ക് പലപ്പോഴും ഇച്ഛാഭംഗം തോന്നാറുണ്ട്. അത്ര വലിയൊരു സമരമായിരുന്നു, നമ്മുടെ നാടിനെ പിടിച്ച് കുലുക്കിയ ഒരു വലിയ സമരം തന്നെയായിരുന്നു. ആൻഡ് ഇൻ ദിസ് പോം ദീസ് ഗ്രാസ് ബ്ലേഡ്സ് വിച്ച് ആർ സ്പീക്കിംഗ്, they could be the voice of the common people. അവർ സാധാരണ ജനങ്ങളാണ്. And here they continue. We remember Hiroshima. Death descended like the spring in the valley with the light of 1,000,000 suns. Then charcoal, ashes and an orchard of skulls. Now the poet is referring to what happened at Hiroshima when America dropped that bomb towards the end of the Second World War.
You might also have read about the disaster that man had caused. And these lines, they give us a graphic picture of what exactly happened. വ്യക്തമായൊരു ചിത്രം നമുക്ക് തരികയാണ് അവിടെ എന്താ സംഭവിച്ചെന്നുള്ളത്. സി, മരണം എങ്ങനെയാണ് അന്ന് ആ മണ്ണിൽ പതിച്ചതെന്ന് നോക്കൂ. ഡെത്ത് fell from the air in the form of that bomb, like the spring in the valley of a million suns. Many witnesses later reported that it was a blinding light. And what remained after the disaster? Charcoal, ashes, and look at that image, an orchard of skulls. തലയോട്ടികളുടെ ഒരു ഉദ്യാനം. Burned kimonos dripping with breast milk and blood. The tiny shoes of children fallen dead on the steps while rushing back to their cool home's shelter. Darling dolls that leapt down, scared down from the school bag, now lying charred on the floor. The poet takes us to the scene where the bomb had fallen. You just look around. What else can you see? Burnt kimonos with breast milk and blood. That is a very gory, very bloody sight. നമ്മുടെ സാരി പോലെ തന്നെ ജാപ്പനീസ് സ്ത്രീകൾ പരമ്പരാഗതമായി അണിയുന്ന വേഷമാണ് കിമോണോ. ആ വേഷത്തിലാണ് ഇങ്ങനെ മുലപ്പാലും അതുപോലെ രക്തമൊക്കെ പറ്റി ഇങ്ങനെ ഇരിക്കുന്നത്. വാട്ട് എ സാഡ് സൈറ്റ് ദാറ്റ് ക്യാൻ ബി. We understand that those mothers were killed instantly by the bomb. The point is not finished. Look over there. You can see the tiny shoes of children who have fallen dead on the steps while they were trying to escape from that fire to the cool shelters of their home. But sad, they couldn't make it. ആ വീടുകളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവരിങ്ങനെ വെന്ത് വെണ്ണീറാവുകയാണ്, അതിലിങ്ങനെ കത്തിക്കരിയുകയാണ്. So what is left? Only their tiny shoes. And you just look at the other image. Those cute little dolls. Even they seem to be scared. അതാണ് ആ ബാഗിൽ നിന്നൊക്കെ ഇങ്ങനെ ഈ ഭയം കൊണ്ട് അതിങ്ങനെ പുറത്തേക്ക് ചാടി ഇങ്ങനെ താഴെ കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളുടെ ഷൂസ്, ആ ചിതറിക്കിടക്കുന്ന പാവകൾ, നിങ്ങൾക്ക് ആ രംഗം നന്നായി കാണാം. എവ്രിതിങ് ചാർഡ് turned into ashes. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? കവി ആ അമ്മമാരുടെയോ കുഞ്ഞുങ്ങളുടെയോ ഒന്നും മൃതശരീരങ്ങൾ കവിതയിൽ കൊണ്ടുവരുന്നേയില്ല. We see only the kimonos dripping with blood and breast milk. We see only the tiny shoes. We see only the cute little dolls scared and leapt out of the school bags. ആ ചെറിയ ചെറിയ വസ്തുക്കളിലൂടെയാണ് ഹിരോഷിമയിൽ എന്താ സംഭവിച്ചെന്നുള്ള അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി, ഭീകരത കവി ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. ഫിംഗേഴ്സ് ദാറ്റ് ഹാഡ് woven clothes and bread now stuck to the stilled machines. The caps of dead songs, the skirts of dead dances, liquefied loves. Who else in the city of Hiroshima were turned to ashes that day? Fingers that had woven clothes. They are the housewives. വീട്ടമ്മമാരാണത്. അവരത് കണ്ടതേയില്ല. അവർ കഴിച്ചുകൊണ്ടിരുന്ന ആഹാരമൊക്കെ, സ്നാക്സൊക്കെ അവരുടെ നിശ്ചലമായി പോയ യന്ത്രത്തിനടുത്ത് തന്നെയുണ്ട്. പൊടുന്നിനെ ഇങ്ങനെ മരണം കടന്നു വരുമെന്ന് ഒരു ധാരണയും ഇല്ലാതെയാണ് അവിടുത്തെ മനുഷ്യരിങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്നത്. ആ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. They didn't see it coming, the bomb falling, their death approaching, while they were weaving clothes for maybe their husbands or sons or daughters. Even the snacks that they kept by their sides, they are still there. അതിപ്പോഴും അടുത്ത് തന്നെയുണ്ട്, അവരുടെ നിശ്ചലമായി പോയ യന്ത്രങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. The caps of dead songs refer to the men. They were rejoicing, enjoying their lives as their songs tell us. The skirts of dead dances, they refer to the women. Some of them could be in love, but all that love has turned to ashes. Oh, they have been melted away by the light of those million suns, the atom bomb. ആകസ്മികമായി വരുന്ന മരണം അതെത്ര ഭീകരമാണ്.